പ്രൊമോഷൻ വീഡിയോ ചിത്രീകരണത്തിനിടെ കോഴിക്കോട് ബീച്ച് റോഡിൽ വാഹനമിടിച്ച് യുവാവ് മരിച്ച സംഭവത്തിൽ വാഹനം ഓടിച്ചിരുന്നവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു. വാഹന ഉടമ സാബിത്ത്, ജീവനക്കാരൻ റയീസ് എന്നിവർക്കെതിരെയാണ് കേസ്. ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. സാബിത്ത് ഓടിച്ച വാഹനം ഇടിച്ചാണ് അപകടമെന്ന് പോലീസ് പറഞ്ഞു. അപകടത്തിൽ മരിച്ച ആൽവിന്റെ മൃതദേഹം ഉടൻ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. MS അനീഷ് കുമാർ ശരിയാണ്. അനീഷ്, ഈ പോലീസ് ഉദ്യോഗസ്ഥരെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ. കാരണം കാറ് ബെൻസ് കാറാണ് എന്ന് ഇന്നാണ് കണ്ടെത്തിയത്. ഡിഫൻഡറാണ് പറഞ്ഞു വെച്ചിരുന്നത്. മറ്റെന്തൊക്കെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്ന ഈ അപകടവുമായി ബന്ധപ്പെട്ട പ്രധാന ക്രമക്കേടുകൾ? രഞ്ജിത്ത്, അപകടമുണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് ഈ രണ്ട് ഡ്രൈവർമാരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അവരാണ് ആൽവിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ആ സമയത്താണ് ഈ ഡിഫൻഡർ ഇടിച്ചാണ് മരിച്ചത് എന്ന് വ്യക്തമാക്കിയത്. പക്ഷേ പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിലും ഈ ആൽവിൻ്റെ മൊബൈൽ ഫോൺ പോലീസ് പരിശോധിച്ചിരുന്നു. ഈ പ്രൊമോഷൻ വീഡിയോ ചിത്രീകരിച്ച ഫോൺ, ആ ഫോണിൻ്റെ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ഈ ഡിഫൻഡർ കാറല്ല, ബെൻസ് കാറാണ് ആൽവിനെ ഇടിച്ചതെന്ന് അത് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാവുകയും ചെയ്തു. പിന്നീട് പ്രതികൾ ഇക്കാര്യം സമ്മതിക്കുകയും ചെയ്തു. കാരണം തെലങ്കാനയിൽ നിന്നും ഒരു 8 മാസം മുമ്പാണ് ഈ ബെൻസ് കാർ കേരളത്തിലെത്തിച്ചത്. പക്ഷേ തെലങ്കാനയിൽ നിന്നൊരു വണ്ടി ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് വണ്ടി എത്തിക്കുമ്പോൾ അതിൻ്റെ ഇൻഷുറൻസ് റദ്ദാകുന്ന ഒരു രീതിയിലാണ് നടപടിക്രമം. അതിനുശേഷം ആ റദ്ദായത് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നതാണ് ആ പ്രതികൾ പോലീസിനോട് പറഞ്ഞത്. അതുകൊണ്ട് ഈ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഡിഫൻഡർ കാറാണ് ഇടിച്ചതെന്ന് ആദ്യം കളവ് പറഞ്ഞതെന്നും പറയുകയും ചെയ്തു. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി തന്നെ പരിശോധിച്ചു വരികയാണ്. നിലവിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് ഈ പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ മോട്ടോർ വാഹന നിയമങ്ങൾ അനുസരിച്ച് മറ്റ് ഗുരുതരമായ ചില കുറ്റങ്ങളും ഈ പ്രതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. അതിൽ അലക്ഷ്യമായി വാഹനം ഓടിക്കൽ, പിന്നീട് ഈ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഉള്ളത്. അക്കാര്യത്തിൽ നടപടിയെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പിനോട് ആവശ്യപ്പെടുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. ഇന്നലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ വാഹനം പരിശോധിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ആൽവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇപ്പോൾ ഭൗതിക ശരീരം ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അത് ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ. 21 വയസ്സുകാരനായ ആ യുവാവിനാണ് ദാരുണമായ അന്ത്യം ഉണ്ടായത്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ബന്ധുക്കൾക്ക് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഈ ആൽവിൻ്റെ മൃതദേഹം ഇപ്പോൾ വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വാഹന ഉടമ സാബിത്തിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കടക്കം കേസും എടുത്തിട്ടുണ്ട്. റീൽസ് ചിത്രീകരണത്തിനിടയിലാണ് ദാരുണമായ ഈ സംഭവം ഉണ്ടായത്. ആൽവിൻ്റെ പോസ്റ്റ്മോർട്ടം അല്പം മുമ്പാണ് പൂർത്തിയാക്കിയത്. അതിനുശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കുകയാണ്. ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി മറ്റ് ചടങ്ങുകൾക്കായി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. കഴിഞ്ഞ ദിവസമാണ് റീൽസ് ചിത്രീകരണത്തിനിടെ ആൽവിൻ മരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ 2 പേർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കടക്കം കേസും എടുത്ത പശ്ചാത്തലമുണ്ട്. ബെൻസു കാറാണ് ഈ അപകടത്തിനിടയാക്കിയത് എന്ന് പോലീസ് ഇന്ന് കണ്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മറ്റു ചില കാര്യങ്ങൾ കൂടുതൽ സംഭവിച്ചിരുന്നു. മറ്റൊന്ന്, അതിനുശേഷം ഇപ്പോൾ 2 പേരെ കസ്റ്റഡിയിലെടുത്തു. ഇവർക്കെതിരെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകും. നിയമ നടപടികൾ ഇവർക്ക് നേരിടേണ്ടി വരുന്ന പശ്ചാത്തലം കൂടി ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു